പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ വാർത്തകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് റോ ബ്രാൻഡിലേക്ക് പുതിയ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഡിസൈൻ കൊണ്ടുവന്നതിനെ സംബന്ധിച്ചാണ്. നിലവിലെ റോ ബ്രാൻഡിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാരായ ട്രൂത്ത്, ദി മിസ് തുടങ്ങിയവരുടെ ടീമായ ഓസം ട്രൂത്തിൻ്റെ കൈവശമുള്ള റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് അവർ എടുത്തു മാറ്റുകയും പുതിയ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരികയും ചെയ്യുകയാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ ചെയ്തിട്ടുള്ളത്. കൂടാതെ റോ ടാഗ് ടീം ചാമ്പ്യന്മാർ എന്നുള്ള ഒരു പേര് മാറ്റി വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാർ എന്നുള്ളൊരു പേരും ഈ ഒരു പുതിയ ചാമ്പ്യൻഷിപ്പിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിൾ എച്ച്, റോയുടെ ജനറൽ മാനേജറായ ആദം പിയേഴ്സ് തുടങ്ങിയവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പുതിയ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുതിയൊരു ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലി ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ വന്ന് ആ ചാമ്പ്യൻഷിപ്പ് റിലിക്വിഷ് ചെയ്തതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ റിലിക്വിഷ് ചെയ്യാനുള്ള കാരണം കൈക്ക് ഇഞ്ചുറി പറ്റിയതാണെന്നുള്ളത് റോയിൽ നിന്ന് വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചുറി എവിടെ നിന്നാണ് സംഭവിച്ചത് എന്നുള്ളത് WWE എന്ന് പറയുന്ന കമ്പനിയും PW ഇൻസൈഡർ എന്ന് പറയുന്ന വെബ്സൈറ്റും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിനിടയിൽ സംഭവിച്ച ഒരു ഇഞ്ചുറിയാണെന്നാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ലിവ് മോർഗൻ നടന്നു വരുന്ന റിയ റിപ്ലിയെ ആക്രമിക്കുന്നതായിരുന്നു. അതിലൂടെയാണ് റിയ റിപ്ലിയുടെ കൈക്ക് ഇഞ്ചുറി പറ്റിയത് എന്നാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സത്യമായിരിക്കാമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും റിയ റിപ്ലി നിലവിൽ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് റിലിക്വിഷ് ചെയ്തിരിക്കുന്നു. റിയ റിപ്ലിക്ക് കുറച്ച് മാസങ്ങൾ ഈ ഇഞ്ചുറി കാരണം മിസ്സാകുമെന്നുള്ളതും ആ പ്രൊമോ സെഗ്മെൻറ്റിൽ റിയ റിപ്ലി പറയുന്നുണ്ട്. എന്തായാലും റിയ റിപ്ലി തിരികെ വന്നാൽ ലിവ് മോർഗനെതിരെയുള്ള സ്റ്റോറി തന്നെയായിരിക്കും ചെയ്യുക എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് അവർ അത് നിർത്തിയിരിക്കുന്നത്. ചരിത്രപരമായിട്ടുള്ള ഒരു റണ്ണ് തന്നെയായിരുന്നു റിയ റിപ്ലിയുടേത്. അത്രയും ഡൊമിനൻ്റായി പോയിക്കൊണ്ടിരിക്കുന്ന റിയ റിപ്ലിയുടെ ടൈറ്റിൽ റണ്ണ് ആരവസാനിപ്പിക്കുമെന്നുള്ള ചർച്ചയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കൈക്ക് ഇഞ്ചുറി പറ്റുന്നതും അതിലൂടെ ചാമ്പ്യൻഷിപ്പ് റിലിക്വിഷ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതും. എന്തായാലും ഇനി പുതിയ ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന എന്ത് തരത്തിലുള്ള ടൂർണമെൻറ്റാണ്, മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു അപ്ഡേറ്റ് വരുന്ന ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് കരുതാം. അവസാനത്തെ അപ്ഡേറ്റ് QR കോഡിനെ സംബന്ധിച്ചുള്ളതാണ്. ന്യൂ ഡേ എന്ന ടാഗ് ടീമിൻ്റെ എൻട്രൻസ് സമയത്താണ് QR കോഡ് സ്ക്രീനിൽ കാണിക്കുന്നത്. അത് സ്കാൻ ചെയ്ത് നമ്മൾ പോകുകയാണെങ്കിൽ ഒരു ഫോട്ടോയും ഒരു വീഡിയോയും നമുക്ക് ലഭിക്കും. ആ ഒരു ഫോട്ടോയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഴലിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു അർത്ഥം വയ്ക്കുന്ന ഒരു ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത്. വീഡിയോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തോ ഒന്ന് വരാൻ പോകുന്നതിൻ്റെ ആദ്യ സൂചന നൽകുന്നു. വേക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നവരെ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആരോ ഒരു മാസ് റിട്ടേൺ നടത്താൻ പോകുന്നു എന്ന് അർത്ഥം. ബ്രേവൈറ്റ് ആയിരുന്നു ഇതിന് മുൻപ് QR കോഡൊക്കെ കാണിച്ച് ഒരു റിട്ടേൺ നടത്തിയത്. ബ്രേവൈറ്റ് നമ്മളെ വിട്ടുപോയി. ബ്രേവൈറ്റ് തുടക്കം കുറിച്ച അങ്കിൾ ഹൗഡി എന്ന ക്യാരക്ടറിൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കും മിക്കവാറും QR കോഡിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. QR കോഡിൽ നിന്നുള്ള കൂടുതൽ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്സ് വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.